उनके संचालन को नियंत्रित करने के लिए कोई नई नीति लाने पर विचार कर रही है। सरकार को बहुत ठोस कदम उठाने चाहिए, बहुत अच्छे कानून बनाने चाहिए, बिकॉज इससे जो हमारा जो सामाजिक ढांचा है, जो हमारी हिंदू संस्कृति है, जो हमारी भारतीय संस्कृति है, उसको बहुत चोट पहुंचती है। आज हम जब घर में बैठकर टेलीविजन देखते हैं या सोशल मीडिया पर कुछ भी देखते हैं तो वो परिवार के साथ बैठकर हम नहीं देख पाते। इससे हमारे नैतिक मूल्यों का बहुत बुरी तरह से ह्रास हुआ है। सरकार को पूरी तरह इस बारे में ठोस कदम उठाने चाहिए और जो भी कंटेंट प्रोवाइडर्स हैं, जो भी विदेशी प्लेटफॉर्म्स हैं, इन सबको भी संचालन के रूप में लाना चाहिए। धन्यवाद। माननीय अध्यक्ष जी, माननीय सांसद माननीय सांसद महोदय ने बहुत महत्वपूर्ण विषय उठाया है। जिन ज्योग्राफी से, जिन कंट्रीज से सोशल मीडिया के ये प्लेटफॉर्म्स निकले हैं, वहाँ की सेंसिटिविटी और अपने देश की सेंसिटिविटी में बहुत बड़ा फ़र्क है और ये इस तरह का डिबेट आज दुनिया के करीब करीब हर देश में। इसीलिए मेरा निवेदन है माननीय अध्यक्ष जी कि जो अपनी पार्लियामेंट की स्टैंडिंग कमेटी है वो भी इस विषय को उठाए और इस विषय पर समाज में कंसेंसस हो और इसमें और कड़े कानून बने। माननीय सदस्य, प्रश्नकाल महत्वपूर्ण समय और आप सबका समय, सरकार की जवाब देते होती है, सरकार जवाब देती है। आप प्रश्नकाल को चलने दें। आपको हर मुद्दे पर, हर बात पर चर्चा करने का पर्याप्त अवसर दिया जाएगा। मैं पुनः आग्रह कर रहा हूं, प्रश्नकाल महत्वपूर्ण समय होता है, आप सदन में चलने दें। आप नियोजित तरीके से सदन में गतिरोध पैदा करना चाहते हैं, ये उचित नहीं है। सदन की कार्रवाई आज 12 बजे तक के लिए स्थगित की जाती है। അങ്ങനെ സഭ ഇപ്പോൾ ബഹളത്തിൽ മുങ്ങിയാണ്. അദാനി വിഷയം ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സഭ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ അദാനി വിഷയത്തിന്മേൽ വലിയ ബഹളമായിരുന്നു ഇപ്പോൾ ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുകയാണ്. 11:30 വരെ സഭ പിരിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, ഹൗസ് അഡ്ജേൺഡ് 11:30 വരെയാണെന്നാണ് നമുക്ക്. തീർച്ചയായും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് മുന്നിലേക്ക് വെച്ചിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ തന്നെയാണ് ഒരുപക്ഷെ ആകാനാണ് സാധ്യതയല്ലേ, ആ ഒരു വലിയ തർക്കത്തിലേക്ക് പോലും പോകുന്നുണ്ടായിരുന്നു. പാർലമെന്റ് ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു തന്നെയാണ്. ആ രീതിയിലായിരുന്നു കാര്യങ്ങളും. തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അദാനി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യവും ഉറപ്പായിരുന്നു. അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായ വിഷയങ്ങൾ പാർലമെന്റിൽ വരുന്ന ഒരു ദിവസം കൂടിയാണ്. എന്നാൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും അദാനി വിഷയം തന്നെയാണ്. യുഎസിലെ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തന്നെയാണ്. അവിടെ കേന്ദ്ര സർക്കാരിന് റോളുണ്ട്, നരേന്ദ്രമോദിക്ക് റോളുണ്ട്. ഇടനിലക്കാരൻ നരേന്ദ്രമോദി എന്നടക്കമുള്ള ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞത്. മാത്രമല്ല, ഇതിലൊരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുകൂടി ഈ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം. ഇപ്പോൾ ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, സഭ തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണോ കണ്ടത്? സഭ പാർലമെന്റിന്റെ ലോക്സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നു നിശ്ചിത സമയത്തേക്ക് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീക്ഷ, ഇപ്പോൾ ലോക്സഭ 12 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാവിലെ ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി എണീറ്റു. സമാജ്വാദി പാർട്ടി അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി സംബാൽ വിഷയം മുൻനിർത്തി. സംബാലിൽ കലാപത്തിനിടെ 5 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം വേണം, ചർച്ച വേണം എന്നാവശ്യപ്പെട്ടായിരുന്നു സമാജ്വാദി പാർട്ടി അംഗങ്ങളുടെ പ്രതിഷേധം. അതേസമയം അദാനി വിഷയം ഉന്നയിച്ച മറ്റ് പ്രതിപക്ഷ കക്ഷികൾ, കോൺഗ്രസിന്റെ അടക്കമുള്ള കക്ഷികൾ നടുത്തളത്തിലേക്ക് എത്തുകയായിരുന്നു. ഇതിനെ തുടർന്നിട്ട് അല്പനേരം സഭ നടത്തിയെങ്കിലും ബഹളം വർദ്ധിച്ചതിനെ തുടർന്ന് സ്പീക്കർ സഭ 12 മണി വരെ നിർത്തിവെക്കുകയായിരുന്നു. BJP അംഗം മീററ്റിൽ നിന്നുള്ള അരുൺ ഗോവിലിന്റെ ചോദ്യോത്തരം ആദ്യ 2 ചോദ്യങ്ങൾ മാത്രമാണ് എടുക്കാൻ സാധിച്ചത്. ഇനി 12 മണിക്ക് ശൂന്യവേളയിലും സമാനമായ ബഹളമായിരിക്കും. അതേസമയം രാജ്യസഭയിൽ ഇപ്പോൾ സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. മണിപ്പൂർ അതുപോലെ തന്നെ സംബാൽ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ചകൾക്ക് അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുള്ള നോട്ടീസുകൾ ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷ ജഗദീപ് ധൻഖർ തള്ളിയിട്ടുണ്ട്.